ആ നന്നായിട്ടുണ്ട്. അപ്പോ ഞാനോ? നിനക്കെന്ത്, നീ അടിപൊളിയല്ലേ. മച്ചാനെ ചേച്ചിയെ വിളിക്ക്, ഞാൻ സംസാരിച്ചോളാം. എന്താടാ മച്ചാനെന്ന് വിളിക്കുന്നേ? എടാ വിളിക്കാനല്ലേ പറഞ്ഞ. പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ. ചേച്ചി ഇരിക്കടാ ചേച്ചി എന്താ വേണ്ടേ? അവർക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? ഇവൻ ഇങ്ങനെ കണ്ടതിന് ശേഷം എന്റെ മനസ്സില്ല. അതുപോലൊന്നും ഫീൽ ആകണ്ട. ആ ചേച്ചി, ഇവരൊക്കെയാണ് ആ രാജയുടെ കൂട്ടുകാര്. ആ ഇവര് തന്നെയാ. ഇല്ല. എന്താ പറ്റി? കൈ പൊള്ളിപ്പോയോ? എന്താ പറ്റി? ഒന്നും പറ്റിയില്ലല്ലേ? എടാ അളിയാ, നീ ബില്ല് കൊടുത്തേക്കടാ. എടാ മര്യാദക്ക് നിങ്ങൾ തന്നെ കൊടുക്കടാ. നിന്റെ ഫ്രണ്ട്സിന് ബില്ല് അടയ്ക്കണോ? എന്റെ അനിയത്തി മുത്താണ്. ഇത് വെച്ചിട്ട് ഇതാ ഇത് കൊള്ളാലോ. ഇതിനാണോ ഞാൻ നിങ്ങൾക്ക് 2 പ്ലേറ്റ് വെച്ചത്? നിങ്ങൾ എന്താ ഈ കാണിക്കുന്ന കുഞ്ഞുങ്ങളെ പോലെ? ഞങ്ങള് രണ്ടുപേരും ഒരു പ്ലേറ്റ് കഴിക്കുന്ന കണ്ടിട്ട് നിനക്ക് അസൂയ തോന്നുന്നുണ്ടോ? എനിക്കൊരു അസൂയയില്ല. നാളെ അവള് കല്യാണം കഴിഞ്ഞ് വേറെ വീട്ടിൽ പോയാലേ നിങ്ങള് ഒറ്റയ്ക്കേ ഉണ്ടാവൂ കഴിക്കാൻ. അതിനാ പറയുന്നത് തനിച്ച് കഴിച്ച് ശീലിക്കാന്. എന്താ അമ്മ ഇത്? എന്നെ അമ്മാവനെയും തമ്മിൽ പിരിക്കണോന്നായിരിക്കും അല്ലേ ഉദ്ദേശം? ഇതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല അമ്മാവ, കഴിക്കാം. നീ പറഞ്ഞത് സത്യാണല്ലോ ഗായത്രി. ഈ ചിന്ത എന്താ എനിക്കിതുവരെ ഉണ്ടായത്? ഞാൻ അമ്മയാവോണ്ടാ ഈ ചിന്ത ഉണ്ടായത്. എങ്കിൽ പിന്നെ കല്യാണം നടത്തിയാലോ? നടത്തിക്കോളൂ. ഞാൻ പോയതിനു ശേഷം ഒറ്റയ്ക്ക് കഴിയാൻ പറ്റുവാണെങ്കിൽ എന്റെ കല്യാണം നടത്തിക്കോളൂ. ഓഹോ, പോകാതെ പിന്നെ ഇവിടെ തന്നെ കൂടാനാണോ ഉദ്ദേശം? എന്നായാലും കല്യാണം കഴിച്ച് പോയേ പറ്റൂ. അതാണ് നിയമം. എന്നെ കണ്ടില്ലേ? ആരുടെങ്കിലും വീട്ടിൽ പോയി ജീവിക്കേണ്ട ഗതികേട് എന്റെ മോൾക്ക് വരില്ല. ഇവള് എന്റെ അനന്തരവളാ. വീട്ടിൽ ദത്ത് നിൽക്കുന്ന ഒരു ചെക്കനെ കെട്ടിയാ മതി. എനിക്ക് എന്താ വേണ്ടെന്ന് എന്നെക്കാളും നന്നായി അമ്മാവന് തന്നെ അറിയാം. അമ്മാവ വിചാരിക്കുന്നതും ഞാൻ വിചാരിക്കുന്നതും ഒരേ കാര്യങ്ങൾ തന്നെയല്ലേ? പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. അതെന്താ മോളെ? കല്യാണം കഴിഞ്ഞാലും നമ്മൾ രണ്ടുപേരും ഒരേ പ്ലേറ്റിൽ നിന്നേ കഴിക്കുള്ളൂ. നീ കേട്ടില്ലടി ഗായത്രി? എടോ പെട്ടെന്ന് ഇടോ. പാമ്പോ പാമ്പോ എവിടെ? അല്ല എവിടെ പോയി? കണ്ടില്ലല്ലോ. പാമ്പ് എവിടെ? ഞാൻ നോക്കട്ടെ. അതെ പാമ്പ്. ഇതിന്റെ പേര് പാമ്പെന്നാണോടാ? മണ്ടകണാപ്പ. റബ്ബർ പാമ്പ് മേലിക്കിട്ടിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങൾ തുണിയില്ലാതെ ഇറങ്ങി വരുന്ന കരുതിയല്ലടാ നിക്കുന്നത്. നീ എന്തായി പറയുന്നേ? നീ പറയുന്നേട്ടാ ഞങ്ങളാ പാമ്പെടുത്ത് അകത്തേക്ക്. ആവശ്യമില്ലാത്ത കാര്യമൊന്നും കൂടുതൽ സംസാരിക്കണ്ട. ഇതെല്ലാം നിങ്ങൾ വേണമെന്ന് വെച്ച് ചെയ്തതല്ലേ? ഹലോ ഹലോ, ഇവളത്ര വർത്തൊന്നും അല്ല കേട്ടാ. എനിക്ക് മനസ്സിലായടാ. നിങ്ങൾ മനഃപൂർവ്വം ഈ പാമ്പിനെ ഇട്ടിട്ട് എന്നെ എന്തോ ചെയ്യാനല്ലായിരുന്നു നിങ്ങളുടെ എല്ലാവരുടെയും പ്ലാൻ. ഏയ്, നിങ്ങളെ ഒന്നും ഞങ്ങൾ അങ്ങനെ വെറുതെ വിടുന്നു വിചാരിക്കണ്ട. നിങ്ങളെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയണം. മര്യാദക്ക് ഇവിടെ നിന്ന് പോയിക്കോ. ഞങ്ങള് പോവാ, അല്ലാതെ ഞങ്ങള് താമസിക്കാൻ. രക്ഷപ്പെട്ടു അമ്മാരെ. എവിടെ പോയി അമ്മാരെ? മഹാപാപികളെ, ഞാനും എന്റെ ഭർത്താവ് നന്നായിട്ട് ജീവിക്കുന്നത് നിനക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ലല്ലേ? എന്റെ ഭർത്താവിനെ എന്നിൽ നിന്ന് അകറ്റുമല്ലേ? ഇവളെന്തായി പറയുന്നേ? നിനക്കൊന്നും ഒട്ടും വൈകി പോയി കറണ്ട് കമ്പി പിടിക്കടാ. എന്തിനാടാ എന്റെ കുടുംബം നശിപ്പിക്കാൻ വരുന്നേ? നാശങ്ങൾ.
എന്റെ അമ്മേ പോയിന്നാ തോന്നുന്നേ. അമ്മ ഇടുപ്പ് കടിപിടിച്ച്. ഇപ്പൊ സന്തോഷായില്ലേ? ഏ ഭ്രാന്തിയുടെ കയ്യിൽ നിന്ന് ചീത്ത കേൾക്കുന്നത് അനുഗ്രഹം മേടിക്കുന്നത് പോലെയാടാ. അതെ അതെ ഞാൻ പറഞ്ഞില്ലേ അത് ശരിയാ. എടി മഹാലക്ഷ്മി, ഞാനൊന്ന് പറഞ്ഞില്ലേ ആ വൃത്തിയിട്ടവന്മാര് അവരാണ്. നീ പോടേ. ഇവരെ എന്തൊരു പാഠം പഠിപ്പിക്കണം. വാടി നിക്കടാ. എന്തടി ഡാന്നൊക്കെ വിളിക്കുന്നത്? നിങ്ങൾ ചെയ്ത വൃത്തികെട്ട പ്രവർത്തിക്ക് പിന്നെ നിങ്ങളെ സാര എന്ന് ബഹുമാനത്തോടെ വിളിക്കണോ? ഈ മത്തങ്ങ തലേനാ ഇതൊക്കെ ചെയ്തത്. ഇവനെ വെറുതെ വിടരുത്. ആരാടി മത്തങ്ങ തലേൻ? ഓവറായിട്ട് ഡയലോഗ് അടിച്ചാലുണ്ടല്ലോ അടിച്ച് നിന്റെ കയറണം ഞാൻ പൊട്ടിക്കും. അതല്ലേടി ഈ വൃത്തികെട്ടവനുണ്ടല്ലോ, പാമ്പ് പാമ്പെന്ന് പറഞ്ഞ് എല്ലാരും പേടിപ്പെടുത്തിക്കൊണ്ടിരിക്കായിരുന്നു. എടി നീർക്കോലിയല്ലേ നിങ്ങൾ ഐശ്വര്യ വിചാരം? അത് പ്ലാസ്റ്റിക് പാമ്പിനെ കാണിച്ച് നാടകം കളിക്കാൻ നോക്കല്ലായിരുന്നോ വൃത്തികെട്ടവന്മാര്? വൃത്തികെട്ടവന്മാരോ? അപ്പൊ നീയൊക്കെ എരുമകളായിരിക്കുമല്ലോ. നിങ്ങൾ ആരോടെ ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കുന്നെന്ന് അറിയോ? ലക്ഷ്മി, ഈ മഹാലക്ഷ്മിയോട് ശരിയാക്കും പറഞ്ഞേക്കാം. ഓടി ഉം?